ബൊമ്മക്കുലു ഒരുക്കങ്ങളുടെ പാലക്കാട് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കേരളത്തിലെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമുള്ള ഈ ആഘോഷം കെങ്കേമമാക്കും പാലക്കാട്ടുകാർ. രൂപങ്ങൾ ഒരുക്കലും നിവേദ്യം തയ്യാറാക്കലും ഒക്കെയായിട്ട് പാലക്കാട്ടുകാർ തിരക്കിലാണ്. മറ്റെങ്ങും കാണാത്ത സാംസ്കാരിക ഭംഗിയോടെയാണ് പാലക്കാട്ടുകാർ ബൊമ്മക്കുലു ഒരുക്കുന്നത്. 1, 3, 5, 7 എന്നിങ്ങനെ വീടിനുള്ളിൽ പടികളൊരുക്കി അതിൽ ദേവീദേവന്മാരുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും രൂപങ്ങൾ നിരത്തും. നവരാത്രിക്ക് 3 ദിവസം മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങും. ഓരോ ദിവസവും വ്യത്യസ്ത നൈവേദ്യങ്ങൾക്ക് പുറമേ ബൊമ്മക്കുലു കാണാനെത്തുന്ന പെൺകുട്ടികൾക്ക് മംഗളം നൽകലും ഇവിടുത്തെ പ്രത്യേകതയാണ്. നവരാത്രി തുടങ്ങിയാൽ രാവും പകലും വീടുകളിലും തെരുവുകളിലും ആഘോഷമാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് തത്ര രമന്തേ ദേവതാ, അവിടെ ദേവതകൾ സന്തോഷിക്കുന്നു. സ്ത്രീകൾ ഉപദ്രവിക്കുന്ന സ്ഥലത്ത് ദേവിയുടെ ജ്യേഷ്ഠതയുണ്ട്, അറിയാലോ, അവൾ വരും. അതുകൊണ്ട് ദേവികളെ പൂജിക്കുമ്പോൾ അവിടെയെല്ലാം ഐശ്വര്യം ഉണ്ടാകും. ഗ്രാമങ്ങളൊക്കെ നോക്കി ഐശ്വര്യമായിരിക്കും. അതാ കാരണം ഇവിടെയെല്ലാം അങ്ങനെയാണ്. ഓരോ നവരാത്രിയുടെയും ഓർമ്മകൾ സ്വാദൂറുന്നതെന്ന പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ഹരിദാസൻ. പരസ്പരം വീടുകൾ തമ്മിലുള്ള ഐക്യം, കാരണം ഈ തൊട്ടടുത്ത ആൾ വന്ന് ഇവിടുത്തെ കൊലു കാണും, ഈ വീട്ടിലത്തെ ആൾക്കാർ അപ്പുറത്തെ വീട്ടിൽ പോകും. അപ്പോൾ ഇതിനൊരു ഒത്തുചേരലാണ്. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് പാടുക, കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. ഓരോ തെരുവുകളും നവരാത്രിക്കായി അണിഞ്ഞൊരുങ്ങുകയാണ് പാലക്കാട്. എല്ലാ നവരാത്രികൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും സ്നേഹത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ഭക്തിയുടെ, ഐക്യത്തിൻ്റെ ഒക്കെ കഥകൾ പറയാനുണ്ട് ഈ പാലക്കാട്ടുകാർക്ക്. ക്യാമറാമാൻ രാജീവിനൊപ്പം ആയിഷത്തുൽ ഷംന, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.